വളരെ കോമ്പാക്ട് ആയിട്ടുള്ള മെഷീനാണ്. നമുക്ക് ചെറിയ തോതിലുള്ള സ്ഥല സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലേ, ഒരു തവണ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് ഫുള്ളായിട്ട് നമുക്ക് ജ്യൂസ്. നിങ്ങൾ പഴയ മെഷീനിലാണെങ്കിൽ 5-6 തവണ നിങ്ങൾ കരിമ്പിട്ടാലേ ഈ രീതിക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒരു തവണ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫുള്ളായി റഷ് ചെയ്ത് കരിമ്പിന്റെ ഈ ചണ്ടി മാത്രമായിട്ട് വരും. ഫുൾ ജ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് വർക്ക് എളുപ്പമാണ്. നമുക്ക് ഇത് ഈസി ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. പവർ കൺസംപ്ഷനും കുറവായിരിക്കും. പവർ യൂസേജും ഇതിൽ കുറവാണ്. നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് 200 മുതൽ 250 ഗ്ലാസ് വരെ ജ്യൂസും വെള്ളം എടുക്കാവുന്നതാണ്. നമ്മളുടെ അടുത്ത് 3 വെറൈറ്റിയിലാണ് കരിമ്പ് ജ്യൂസ് മെഷീൻ ഉള്ളത്. ഒന്ന് ഇലക്ട്രിക് മോഡൽ, ഒന്ന് ഇഞ്ചിയൻ മോഡൽ, ഒന്ന് പിന്നെ 2-in-1 മോഡൽ. നിങ്ങൾക്ക് ഇലക്ട്രിക് മോഡൽ ആണെങ്കിൽ നമുക്ക് വീട്ടു കറണ്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷോപ്പിലൊക്കെ യൂസ് ചെയ്യാം, കട, ജ്യൂസ് കട, അങ്ങനെ നമുക്ക് ഈ ബേക്കറികളിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ നമുക്ക് 1.5 HP ആണ് മോട്ടോർ വരുന്നത്. നിങ്ങൾക്ക് സെയിം അതിൽ എനിക്ക് 2-in-1 മോഡലും വേണം. നമ്മളെ പർപ്പസിനനുസരിച്ച്, കടയ്ക്ക് അനുസരിച്ച് നമ്മൾ ഇലക്ട്രിക് ആയിട്ടും ഇന്ത്യൻ പർപ്പസിനനുസരിച്ച് നമ്മൾ റോഡ് സൈഡ് വ്യാപാരികൾക്കായിട്ട് ഇന്ത്യൻ മോഡലുമായിട്ട് 2-in-1 മോഡലും ഉണ്ട്. ഇത് നമ്മൾക്ക് സീസൺ കഴിഞ്ഞാൽ നമുക്ക് കടയിലേക്ക് മാറ്റി വെക്കാം. ഇത് മോട്ടറിലും നമുക്ക് വർക്ക് ചെയ്യും. അഥവാ നിങ്ങൾക്ക് എഞ്ചിൻ മോഡൽ മാത്രം മതി എന്നുള്ള പർപ്പസിനുള്ളവർക്കും നമ്മൾ എഞ്ചിൻ മോഡൽ മാത്രമായിട്ട് ചെയ്തു തരുന്നതാണ്. ഇത് നമുക്ക് മെയിൻ്റെനൻസ് ഒന്നുമില്ല. നിങ്ങൾ അത് വൃത്തിയായി കഴുകി സൂക്ഷിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച്. ഇതിൽ 3 റോളറാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആദ്യകാല കരിമ്പ് ജ്യൂസ് മെഷീനിലൊക്കെ നമ്മൾ 6-7 തവണ കരിമ്പിട്ടാലേ നമ്മൾക്ക് ഫുൾ ജ്യൂസ് കിട്ടത്തുള്ളൂ. എന്നാൽ ഇതിൽ നിങ്ങൾ ഒരു തവണ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ജ്യൂസ് ഒരു തവണ തന്നെ ഫുൾ റഷ് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ കരിമ്പിൻ ജ്യൂസ് വെള്ളം കിട്ടുന്നതാണ്. നമുക്ക് കരിമ്പ് ജ്യൂസിന് വിത്ത് സ്റ്റാൻഡോടെയാണ് വരുന്നത്. വിത്ത് പീലർ, പിന്നെ ടെൻഡർ കോക്കനട്ട് കട്ടർ, പിന്നെ ഒരു ട്രേയുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതിൽ നമ്മൾക്ക് ഇളനീര് കട്ട് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഹോൾസ് ചെയ്യാൻ ഒരു നീഡിലും തന്നിട്ടുണ്ട്, ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിൽ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു നീഡിൽ തന്നിട്ടുണ്ട്. പഞ്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇത് SS മെറ്റീരിയലാണ് ബ്ലേഡ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തുരുമ്പൊന്നും പിടിക്കത്തില്ല. കുറഞ്ഞ ചെലവിൽ നല്ലൊരു ഓഫറിലും EMI-ലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, ഈ മെഷീനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ MKയിൽ കോൺടാക്ട് ചെയ്യുക.